നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷനെ ഈ രൂപത്തിൽ കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അതെന്താണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനെ ഇടിച്ചു പൊളിച്ച് ഇനി വേറെ ഏതെങ്കിലും രൂപത്തിലേക്ക് മാറ്റുവാണോ? യെസ്, ഇടിച്ചു പൊളിക്കുവല്ല, ഇടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുവാണ്. അതും അടപടലം ഉള്ള ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചടുക്കി വേറെ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എന്താണ് സംഭവം? നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഇനി നിങ്ങൾ ഭാവിയിൽ കാണാനായിട്ട് പോകുന്നത് ഏതാണ്ട് ഇതേ ഈ രൂപത്തിലായിരിക്കും കേട്ടോ. ഭാവി എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, ഗവൺമെന്റ് പ്രൊജക്റ്റുകളൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും, ഇനി ഒരു 4-5 കൊല്ലം കൂടെ ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഏറ്റവും അടുത്ത് തന്നെ നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു വേറെ ലെവൽ റെയിൽവേ സ്റ്റേഷനായിട്ട് മാറാനായിട്ട് പോവാണ് കേട്ടോ. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനെ ഈ രൂപത്തിലേക്ക് മാറ്റാനായിട്ട് തീരുമാനിച്ചത്? അതിന്റെ കാരണം എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ മറ്റ് ജില്ലകളിലെ റെയിൽവേ സ്റ്റേഷനുകളെ സംബന്ധിച്ച് നമ്മുടെ കൊല്ലം ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഏതെങ്കിലും ഒരു മിടുക്കൻ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. അത് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആ കാര്യത്തിലേക്ക് നമുക്ക് കടക്കുന്നില്ല. നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ പഴയ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുതിയ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ, ഇനി എന്തൊക്കെയായിരിക്കും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്, അതൊക്കെയാണ് നമ്മൾ നോക്കാണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ടും 2 ടെർമിനലാണ് വരുന്നത്. ഒന്ന് സദേൺ ടെർമിനൽ, അതുപോലെ തന്നെ ഒന്ന് നോർത്തേൺ ടെർമിനൽ. സദേൺ ടെർമിനലിന്റെ കാര്യം പറയുവാണെങ്കിൽ ഏതാണ്ട് 22,655 സ്ക്വയർ മീറ്റർ വലിപ്പമാണ് ആ ഒരു ബിൽഡിങ്ങിന് മാത്രം വരുന്നത് കേട്ടോ. അപ്പോൾ പഴയ ആ ഒരു ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചടുക്കിയിട്ടാണ് ഈ ഒരു പുതിയ ബിൽഡിംഗ് പണിയാൻ പോകുന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തോണം. ഇനി നമ്മുടെ നോർത്തേൺ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ആ നോർത്തേൺ ടെർമിനലിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ G+1 മോഡലിലാണ് ബിൽഡിംഗ് പണിയുന്നത്. ഏതാണ്ട് 918 സ്ക്വയർ മീറ്റർ ആണ് ആ ഒരു ബിൽഡിങ്ങിന്റെ വലിപ്പം വരുന്നത് കേട്ടോ. ഇനി ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ, ഈ 2 ടെർമിനലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു എയർ കോൺകോഴ്സ് ആണ് വരാൻ പോകുന്നത്. അത് നമ്മൾ എയർപോർട്ടിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഏറ്റവും മികച്ച സംവിധാനത്തോട് കൂടിയുള്ള എയർ കോൺകോഴ്സ് ആണ് വരുന്നത്. ചെറിയ എയർ കോൺകോഴ്സ് ഒന്നുമല്ല, 36 മീറ്റർ വീതിയാണ് ഈ ഒരു എയർ കോൺകോഴ്സിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ. ഏതാണ്ട് 4780 സ്ക്വയർ മീറ്റർ ആണ് കേട്ടോ മൊത്തം ബിൽട്ടപ്പ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ എയർപോർട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു പ്രത്യേക എൻട്രിയും അതുപോലെ തന്നെ പ്രത്യേക എക്സിറ്റും ഉണ്ടാകും. സാധാരണ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ ഏതാണ്ട് ഒരേ വഴി കൂടെ തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടുത്തെ കാര്യം നോക്കുവാണെങ്കിലേ, ഇപ്പോൾ പറയുന്ന അതായത് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എൻട്രി ഒരു വഴി കൂടെ ആയിരിക്കും, അതുപോലെ തന്നെ എക്സിറ്റ് വേറൊരു വഴി കൂടെ ആയിരിക്കും. അത് കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിട്ടുള്ള കാര്യമാണ്. അപ്പം അതും നമ്മുടെ ഈ ഒരു പുതിയ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി എയർ കോൺകോഴ്സ് കൂടാതെ തന്നെ 14 എസ്കലേറ്ററും അതുപോലെ തന്നെ 18 എലിവേറ്ററും ആണ് വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ എത്രത്തോളം വലിയൊരു ബിൽഡിങ്ങും എന്തുമാത്രം, അതായത് തിരക്കിന്റെ കാര്യത്തിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ സ്റ്റേഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്രയധികം, അതായത് 14 എസ്കലേറ്ററും അതുപോലെ തന്നെ 18 ലിഫ്റ്റും ഈ ഒരു സ്റ്റേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഈ തിരക്കിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് എവിടെയാണെന്നുള്ള കാര്യം അറിയാമല്ലോ, അതാണ് പാർക്കിംഗ്. നമ്മൾ ഇപ്പോൾ ഷോപ്പിംഗ് മാൾ ആണെങ്കിലും തിയേറ്റർ ആണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും ഒക്കെ നമ്മൾ ബുദ്ധിമുട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് പാർക്കിംഗ് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷന് അതിന് വളരെ വലിയൊരു പരിഹാരം തന്നെ കണ്ടിട്ടുണ്ട്. 5 നിലകളിലായിട്ട് ഒരു MLCP ആണ് വരാൻ പോകുന്നത്. അതായത് MLCP എന്ന് പറയുമ്പോൾ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആണ് വരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സദേൺ ടെർമിനൽ, അതുപോലെ തന്നെ നോർത്തേൺ ടെർമിനൽ, പിന്നെ എയർ കോൺകോഴ്സ്, പിന്നെ ഈ 5 നിലകളിലായിട്ട് വരുന്ന നമ്മുടെ ഈ ഒരു പുതിയ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഏതാണ്ട് 11,455 സ്ക്വയർ മീറ്റർ ആണ് ഇതിന്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരേ സമയം 239 മുകളിൽ ബൈക്കുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ 160 മുകളിൽ കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു MLCPയുടെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇനി ഭാവിയിൽ നമ്മൾ വണ്ടിയായിട്ട് വരുമ്പോൾ പാർക്കിങ്ങിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടും എന്നുള്ള പ്രശ്നം വേണ്ട കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പൈസ ഇറങ്ങുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മൊത്തം 361 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു പദ്ധതി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ ഇപ്പം തന്നെ പല ഓഫീസുകൾ, ഇപ്പം ഞാൻ ഈ ടെർമിനലും അതുപോലെ തന്നെ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞെങ്കിൽ പോലും അറിയാലോ, ഇത്രയും വലിയൊരു സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫീസുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതിന്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കെട്ടിടങ്ങളിലേക്ക് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടോ. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടർ, ബുക്കിംഗ് ഓഫീസ്, ഇൻഫർമേഷൻ സെന്റർ തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു സ്റ്റേഷനകത്ത് വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ എയർപോർട്ടിലൊക്കെ കാണുന്ന പോലെ റീറ്റെയിൽ കിയോക്സ്, അതുപോലെ തന്നെ ATM കൗണ്ടർ, പിന്നെ അതുകൂടാതെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് കൗണ്ടേഴ്സ് വരെ ഈ ഒരു നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ, കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വരുന്നുണ്ട് കേട്ടോ.
ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിലേ നമ്മൾ ഒരു ഷോപ്പിംഗ് മാളിനകത്ത് കയറുമ്പോൾ എന്തായിരിക്കും ഒരു ഫീല്, അതേ ഫീലിലായിരിക്കും ഇനി ഭാവിയിൽ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനകത്തോട്ട് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അത്യാധുനികമായിട്ടാണ്, അതായത് വളരെ എന്താ പറയുക ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ പണി ഇപ്പോൾ ഇങ്ങനെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് എന്നാണ് ഈ ദ്രുതഗതിയിലുള്ള വർക്ക് തീരുന്നതെന്നായിരിക്കും അല്ലേ. അപ്പോൾ 2024 ഇത് തീരാറായി, ഇനി കുറച്ച് മാസങ്ങളൂടെ ഉള്ളൂ. 2025 അവസാനം ഡിസംബർ മാസത്തോട് കൂടിയിട്ട് ഈ ഒരു കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ വർക്ക് കംപ്ലീറ്റ് ആകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞാലുടൻ നമ്മുടെ കേരളത്തിലെ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ മികച്ച റെയിൽവേ സ്റ്റേഷനുകളുടെ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും. അത്രയും ഗംഭീരമായിരിക്കും ഇനി വരാനായിട്ട് പോകുന്ന പുതിയ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി അങ്ങോട്ട് കൊല്ലം സിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ തന്നെ ആയിരിക്കും.